ഞാൻ അമ്മയുടെ 1000 തവണ പറഞ്ഞല്ലേ അബോർഷന് ഞാൻ ഒരുക്കല്ലെന്ന്. അത് വേണമെന്ന് ഞാനും പറഞ്ഞില്ലല്ലോ. പിന്നെ തൽക്കാലം അങ്ങനെ അഭിനയിക്കണം. അഭിനയിക്കാനോ? അതെ, ഇവിടെ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ ഞാൻ നോക്കിയിട്ട് അതേ ഒരു വഴി കാണുന്നുള്ളൂ. മനസ്സിലായില്ല. നീ നിന്റെ അച്ഛനോട് പറയണം ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാന്ന്. എന്നിട്ട് ഇവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും നീ തീരുമാനിച്ച പോരെ. ആലോചിക്കാൻ ഒന്നുമില്ല. ഈ നരകത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗം ഇല്ല. ദേ, അബോർഷന് നീ തയ്യാറാണെന്ന് ഞാൻ നിന്റെ അച്ഛനോട് പറയാൻ പോവാ. അമ്മേ, മോള് പേടിക്കണ്ട, അമ്മയില്ലേ കൂടെ. ഇത് കള്ളമാണെന്ന് പിന്നെ അച്ഛൻ അറിയുമ്പോ? അറിയുമ്പോഴല്ലേ, അത് നമുക്കപ്പം നോക്കാം. എനിക്ക് എന്റെ കാര്യത്തില് ഒരു ടെൻഷനും ഇല്ല. പിന്നെ എന്റെ കാര്യത്തിലാണോ? അതൊട്ടും വേണ്ട. ഇത്രയും കാലം നിന്റെ അച്ഛന്റെ ഭ്രാന്തിന്റെ കൂടെ ഞാൻ നിന്നില്ലേ. ഇനി അങ്ങോട്ടും എന്തു വേണമെന്ന് എനിക്കറിയാം. ഇപ്പൊ ഇതൊക്കെ എനിക്ക് നല്ല ശീല. നീ നിന്റെ കാര്യം നോക്കാൻ പഠിക്ക്. നീ മരിക്കാനോ നിന്നെ ഒരു കൊലപാതകയായി കാണാനോ അമ്മയ്ക്ക് വയ്യ. എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രം അറിഞ്ഞാ മതി. ഈ ജന്മം അമ്മയ്ക്ക് ആ ഭാഗ്യം മാത്രമേ ഉള്ളൂ എന്ന് സമാധാനിച്ചോളാം. നീ ഒന്നും പറയണ്ട, എല്ലാം ഞാൻ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയ നമ്മൾ എന്ത് ചെയ്യും മോളെ? ഇതിപ്പോ എത്ര മണിക്കൂറായി അകത്ത് കയറി കഥ കടച്ചിട്ട്? വട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ ഒരു വട്ടം? ഭക്തിക്കൊക്കെ ഒരു പരിധി വേണ്ടേ? പരിധികളില്ലാതെ ഞാൻ അവനെ സ്നേഹിച്ചു. ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിയില്ല എൻ്റെ ഭഗവാനെ. പക്ഷേ എൻ്റെ ശരികൾ എന്നും എൻ്റേത് മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അവനെക്കുറിച്ച് അനുകൂലമായ ഒരു വാർത്ത ഇന്ന് നീ എൻ്റെ മുന്നിൽ എത്തിച്ചില്ലെങ്കിൽ, അവനെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു വഴി നീ ഇന്ന് തുറന്നു തന്നില്ലെങ്കിൽ, അവനു വേണ്ടി ഞാൻ എൻ്റെ ജീവിതം ബലിയർപ്പിക്കും.